ഹരേ കൃഷ്ണ, ജയ് ശ്രീ രാധേ രാധേ. എല്ലാ ഭക്തമനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധം, അതിലെ 1-ാമത്തെ അധ്യായം ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടത്. അതിൽ ആ 1-ാമത്തെ അധ്യായത്തിൽ കുറച്ച് മഹർഷിമാർ, അതായത് ശൗനകാദി മഹർഷിവര്യന്മാർ സൂത പൗരാണികരുടെ ചെന്നിട്ട് അദ്ദേഹത്തിനോട് കഥ പറയുന്നതാണ്. അതായത് കുറച്ച് ചോദ്യങ്ങൾ അവർ ചോദിക്കുകയാണ് അല്ലേ. നമ്മളിതൊക്കെ കഴിഞ്ഞ ദിവസം കേട്ടതാണ്. അതായത് ആ ഭഗവാന്റെ കഥ, അത് സ്വാദസ്വാദു പദേ പദേ, ഓരോ പദങ്ങളിലും ഭഗവാന്റെ ആ കഥകൾ കേൾക്കുമ്പോൾ സ്വാദസ്വാദു പദേ പദേ, ഓരോ പദങ്ങളും ഭഗവാന്റെ കേൾക്കുന്നത് മനസ്സിന് ആനന്ദം ജനിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഘോരമായിട്ടുള്ള കലിയുഗം വരികയാണ്. ആ കലിയുഗത്തിൽ ഭഗവാൻ ബലരാമസഹിതനായിട്ട് ചെയ്ത പ്രവൃത്തികൾ, അതായത് ദ്വാപരയുഗത്തിലാണ് ഭഗവാന്റെ ആ ഒരു ജീവിത കാലഘട്ടം. ഭഗവാൻ ഈ സ്വർഗാരോഹണത്തിന് ശേഷം ഇവിടെ കലിയുഗമുണ്ടായി. അപ്പോൾ ഈ കലിയുഗത്തിൽ ബലരാമസഹിതനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാപരയുഗത്തിൽ ചെയ്ത ലീലകൾ ഞങ്ങൾക്കിപ്പോൾ കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ത്വംന സന്ദർശിതോ ധാത്രാ ദുസ്തരം നിസ്ഥിതീർഷതാം കലിം സത്വഹരം പുംസാം കർണധാര ഇവാർണവം എന്നാണ് പറയുന്നത്. ഈ സംസാര സമുദ്രത്തെ കടക്കാനായിട്ട് ഈ കലി ഇവിടെ അവതരിച്ചിരിക്കുന്ന ഈ സമയത്ത് ഈ സംസാര എന്ന് പറയുന്ന ആ ഒരു സമുദ്രം, ഘോരമായിട്ടുള്ള ആ ഒരു സമുദ്രത്തെ കടക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സമയത്ത് ഒരു കപ്പൽക്കാരനെ പോലെ ഈ ഈശ്വരൻ്റെ കഥകൾ ഞങ്ങൾക്ക് കേൾപ്പിച്ചു തന്ന് ഞങ്ങളെ ഈ സംസാര സമുദ്രം കടക്കാനായിട്ട് ഉള്ള ഒരു പാത അങ്ങ് ഒരുക്കിത്തരണം എന്ന് സൂതനോട് ശൗനകാദി മഹർഷിമാർ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ കഥ പറയാനായിട്ട് പറയുകയാണ്. ഇതുവരെയാണ് നാം പ്രഥമസ്കന്ധം 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു വെച്ചത്. ഇനി നമുക്ക് കേൾക്കേണ്ടത് ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധമാണ്. പ്രഥമസ്കന്ധത്തിലെ ദ്വിതീയ അധ്യായമാണ്, 2-ാമത്തെ അധ്യായമാണ്. നമുക്ക് കഥ ആരംഭിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ മനോരഥോ മദീയോയം സഫല സർവധാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. യോഗീന്ദ്രായ നമസ്തസ്മൈ ശുഗായ ബ്രഹ്മരൂപിണേ സംസാര സർപ്പദഷ്ടം യോ വിഷ്ണുരാധമമോ മുചത് ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതൽ കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയം. ഭഗവാന്റെ കഥ ആരംഭിക്കുന്നു. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 2-ാമത്തെ അധ്യായം. വ്യാസ ഉവാച ഇതി സംപ്രശ്ന സംഹൃഷ്ടോ വിപ്രാണാം രൗമഹർഷിണി പ്രതിപൂജ്യ വജസ്തേഷാം പ്രവക്തും ഉപചക്രമേ. ഒരു പ്രാവശ്യം കൂടെ ശ്ലോകം വായിക്കാം. വ്യാസ ഉവാച ഇതി സംപ്രശ്ന സംഹൃഷ്ടോ വിപ്രാണാം രൗമഹർഷിണി പ്രതിപൂജ്യ വജസ്തേഷാം പ്രവക്തും ഉപചക്രമേ. അതായത് ഇപ്രകാരമുള്ള ഇത് വിപ്രാണാം, ഈ
ഇപ്രകാരമുള്ള ആ വിപ്രന്മാരുടെ, ആ ബ്രാഹ്മണരുടെ ചോദ്യങ്ങൾ പ്രശ്ന സംഹൃഷ്ട, ആ നല്ല ചോദ്യത്താൽ നന്നായി സന്തോഷിച്ച. എന്താണ് നല്ല ചോദ്യവും ചീത്ത ചോദ്യവും ഉണ്ട്. നല്ല ചോദ്യം എന്ന് പറഞ്ഞാൽ ഭഗവാനെ സംബന്ധിച്ചത്, പരബ്രഹ്മത്തെ സംബന്ധിച്ചത് എന്നുള്ളതാണ് നല്ല ചോദ്യം. അത് ഒരു ജിജ്ഞാസുവായിരുന്നിട്ട് അറിവുള്ള ആൾക്കാരോട് ചോദിക്കുന്ന അതിനാണ് നല്ല ഒരു ചോദ്യം എന്ന് പറയുന്നത്. അല്ലാതെ ഈ ലോക വിഷയങ്ങളെക്കുറിച്ച് ചോദിക്കുന്നതെല്ലാം ഒരു നല്ല ചോദ്യം എന്ന് പറയാൻ പറ്റുകയില്ല. ആ ഒരു ഇതാണ്. അപ്പോൾ ഭഗവാനെക്കുറിച്ച് പറയുക എന്ന് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഋഷിമാർ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. എന്തുകൊണ്ടാണ്? ഇത് ഭഗവാനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഭക്തന്മാരെ സംബന്ധിച്ച് അവർക്ക് ഭഗവാനാണ് എല്ലാം. ആ ഭഗവാനെക്കുറിച്ച് കേൾക്കുക, ഭഗവാനെക്കുറിച്ച് പറയുക, ഭഗവാനെ കീർത്തിക്കുക, ഭഗവാന്റെ ദിവ്യകോമളമായിട്ടുള്ള വിഗ്രഹം കാണുക, ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ അർച്ചന ചെയ്യുക, ഭഗവാന് നേദ്യാദികൾ സമർപ്പിക്കുക, ഭഗവാൻ ഉപഹാരങ്ങൾ സമർപ്പിക്കുക. അപ്പോൾ ഇതൊക്കെ ഭഗവാനെ അലങ്കരിക്കുക. ഇതൊക്കെ ഭക്തന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരെ ആനന്ദ സമുദ്രത്തിൽ ആറാടിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ അദ്ദേഹം ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ സന്തോഷിച്ചത്. അപ്പോൾ എന്നിട്ട് പറയുകയാണ് രൗമഹർഷിണി. അതായത് രൗമഹർഷിണി എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ഉഗ്രശ്രവസ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പേര് ഉഗ്രശ്രവസാണ്. രോമഹർഷണൻ്റെ പുത്രനാണ് ഉഗ്രശ്രവസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് രൗമഹർഷിണി എന്ന് ഈ സൂതനെ വിളിക്കാനായിട്ട് കാരണം. തേഷാം വചഹ, അതായത് അവരുടെ ആ വാക്കിനെ, തേഷാം എന്ന് പറഞ്ഞാൽ അവരുടെ, വചഹ എന്ന് പറഞ്ഞാൽ ആ വാക്കിനെ, പ്രതിപൂജ്യ, അതായത് അവരെ അഭിനന്ദിച്ചു. അദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നി. അപ്പോൾ അവരെ അഭിനന്ദിച്ചിട്ട് പ്രവക്തും ഉപചക്രമേ, അത് എന്നിട്ട് അവരോട് പറയാനായിക്കൊണ്ട് ഉപചക്രമേ, അത് അദ്ദേഹം തുടങ്ങി. അപ്പോൾ ആ ഉഗ്രശ്രവസ് എന്ന് പറയുന്ന ആ ഒരു സൂതൻ അവരുടെ വാക്ക് കേട്ട് ആ ബ്രാഹ്മണരുടെ പ്രകാരമുള്ള ആ ശോഭനമായിട്ടുള്ള ചോദ്യത്താൽ വളരെ സന്തോഷിച്ചിട്ട് അവരുടെ വാക്കിനെ അദ്ദേഹം അഭിനന്ദിച്ച ശേഷം അദ്ദേഹം ആ സൂതൻ അതിന് മറുപടിയായിട്ട് പറയാനായിട്ട് ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഒരു പ്രാവശ്യം കൂടെ ശ്ലോകം വായിക്കാം. വ്യാസ ഉവാച ഇതി സംപ്രശ്ന സംഹൃഷ്ടോ വിപ്രാണാം രൗമഹർഷിണി പ്രതിപൂജ്യ വജസ്തേഷാം പ്രവക്തും ഉപചക്രമേ. ഇനി കഥ പറയുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം ശ്രീശുക ബ്രഹ്മർഷിയെ നമസ്കരിക്കുന്ന ശ്ലോകമാണ്. സൂത ഉവാച യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദുസ്തം സർവഭൂതഹൃദയം മുനിം ആനതോസ്മി. ഒരു പ്രാവശ്യം ശ്ലോകം ചൊല്ലാം. സൂത ഉവാച യം പ്രവ്രജന്തമനുപേതമപേത കൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദു സ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. അതായത് ഇത് വളരെ വേദാന്തപരമായിട്ടുള്ളൊരു ശ്ലോകമാണ്. അതായത് ആ ഒരു അദ്വൈതമായിട്ടുള്ള, ദ്വൈതമില്ലാത്ത, ആ രണ്ടെന്നുള്ള ഭാവമില്ലാത്ത ആ പരബ്രഹ്മം തന്നെയാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ പരമഗുരുവായിട്ടുള്ള ശ്രീശുക ബ്രഹ്മർഷി എന്ന് പറയുകയാണ്. അതായത് പ്രവ്രജന്തം അനുപേതം, അതായത്
പ്രവ്രജന്തം എന്ന് പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ചു പോകുന്നവനും. എങ്ങനെയാണ്? അനുപേദം, ഉപനയനം കഴിക്കാത്തവനും. ഗുരുവായൂരപ്പ, അതായത് ഈ കർമ്മമാർഗങ്ങളിൽ നിന്നൊഴിഞ്ഞാൽ ഉപനയനം എന്നുള്ള ആ ഒരു കർമ്മം സ്വീകരിക്കുക. അതായത് ഉപനയനം കഴിച്ചാൽ കർമ്മമാർഗത്തിൽ കുടുങ്ങി കർമ്മങ്ങൾ, പൗരോഹിത്യ കർമ്മങ്ങൾ, അങ്ങനെ ഓരോരോ കർമ്മങ്ങളിൽ അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പം അതുകൊണ്ട് അദ്ദേഹം ഉപനയനം എന്നുള്ള ആ ഒരു കൃത്യം ഇതുവരെ അദ്ദേഹം ചെയ്തിട്ടില്ല. അപ്പോൾ അത് ജനിക്കുമ്പോൾ തന്നെ അദ്ദേഹം ജ്ഞാനിയായിട്ടാണ് ജനിക്കുന്നത് തന്നെ. സർവം ഉപേക്ഷിച്ച്, എല്ലാം ഉപേക്ഷിച്ച് ആത്മാരാമനായിട്ട് പിതാവിനെയും അദ്ദേഹം വെടിയുകയാണ്. എന്നിട്ട് അദ്ദേഹം എങ്ങോട്ട് പോകുന്നു? സന്യസിക്കാനായിട്ട് പോകുന്ന ആ ശുഗബ്രഹ്മർഷിയാണ്. അതായത് അപ്പോൾ അങ്ങനെ പോകുന്ന ആ ശുഗബ്രഹ്മർഷിയെ നോക്കിക്കൊണ്ട് അദ്ദേഹം അങ്ങനെ പോകുന്ന ആ ഒരു വിരഹം നിമിത്തമുള്ള ആ ഒരു ദുഃഖത്തെ സഹിക്കാൻ വയ്യാതെ ആ വ്യാസമഹർഷി പുത്രേതി തന്മയതയാ, അദ്ദേഹം പുത്ര എന്ന് അത്യുച്ചത്തിൽ വിളിച്ച് കരയുകയാണ്. തന്മയതയാ. അപ്പോൾ തരവോഭിനേതു, അതായത് തരുക്കൾ എന്ന് പറഞ്ഞാൽ ആ വൃക്ഷങ്ങൾ. അപ്പോൾ അവിടെ ആ 4 ഭാഗത്തും നിൽക്കുന്ന വൃക്ഷങ്ങളും ആ ശബ്ദത്തെ പുറപ്പെടുവിച്ചു എന്നാണ് പറയുന്നത്. അതായത് അതിന് കാരണം ഇതാണ്. സർവഭൂതഹൃദയം മുനിം ആനതോസ്മി. അതായത് ശ്രീശുക ബ്രഹ്മർഷി എന്ന് പറയുന്നത് സർവഭൂത ഹൃദയമാണ്. അദ്ദേഹം എല്ലാവരുടെ ഉള്ളിലും പരബ്രഹ്മമായിട്ടിരിക്കുന്ന ഭഗവാൻ, ആ ഭഗവാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലും ഇരിക്കുന്നതെന്നുള്ള പരമമായിട്ടുള്ള ബോധ്യം അനുഭവത്തിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെ സർവഭൂത ഹൃദയം എന്ന് പറയുന്നത്. അതായത് അദ്ദേഹം ശ്രീശുക ബ്രഹ്മർഷിയാണ്. ഭാഗവതം ഗംഗാതീരത്ത് വെച്ച് പ്രായോപവേശനായിട്ട് ഇരിക്കുന്ന പരീക്ഷിത്ത് മഹാരാജാവിനോട് കഥ പറയുന്നത് ഈ ശ്രീശുക ബ്രഹ്മർഷിയാണ്. അപ്പോൾ ആ ശ്രീശുക ബ്രഹ്മർഷി പറയുമ്പോൾ, അദ്ദേഹം കഥ പറയുമ്പോൾ അദ്ദേഹം ആരായിട്ട് മാറും? ഭഗവാനായിട്ട് പറയുമ്പോൾ, ഭഗവാന്റെ കഥ പറയുമ്പോൾ സർവഭൂതഹൃദയം, അദ്ദേഹം ഭഗവാനായിട്ട്, ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് മാറും. ഇനി കുന്തിദേവിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം കുന്തിദേവിയായിട്ട് മാറും. ദുര്യോധനനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ദുര്യോധനായിട്ട് മാറും. ധൃതരാഷ്ട്രരെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ധൃതരാഷ്ട്രമായിട്ട് മാറും. അർജുനനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അർജുനനായിട്ട് മാറും. ഭഗവാൻ വേദവ്യാസനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വേദവ്യാസനായിട്ട് മാറും. എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? സർവഭൂതഹൃദയം, എല്ലാ ഭൂതങ്ങളുടെ ഉള്ളിലും ഇരിക്കുന്ന പരമാത്മാവ് ആ ഭഗവാൻ തന്നെയാണെന്നുള്ള ആ ഒരു സത്യം അനുഭവിച്ച് ഹൃദയത്തിൽ ഉറപ്പിച്ച് ശ്രീശുക ബ്രഹ്മർഷിക്ക്, അപ്പോൾ അങ്ങനെ ആ ഒരു സർവഭൂത ഹൃദയനായതുകൊണ്ടാണ് അദ്ദേഹത്തിനെ പുത്ര എന്ന് ഇവിടെ വേദവ്യാസ ഭഗവാൻ എല്ലാം ഉപേക്ഷിച്ചു പോകുന്ന ശ്രീശുക ബ്രഹ്മർഷിയെ വിളിച്ചിട്ട് പുത്ര എന്ന് നീട്ടി ഉറക്കെ വിരഹകാതരനായിട്ട്, അദ്ദേഹത്തിന് വിരഹം, തൻ്റെ പുത്രൻ എല്ലാം ഉപേക്ഷിച്ച് ഉപനയനം പോലും കഴിക്കാതെ പോവുകയാണല്ലോ എന്നുള്ള സങ്കടത്താൽ അദ്ദേഹം വിളിച്ചത്. അപ്പോൾ ഇത് കേട്ടതും അവിടെയുള്ള വൃക്ഷങ്ങൾ പോലും ശബ്ദിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു എന്താ പറയുക, വൃക്ഷങ്ങളും അദ്ദേഹത്തിനെ പുത്ര
എന്ന് വിളിച്ചു എന്നുള്ളതാണ്. പ്രതിധ്വനിയെ പുറപ്പെടുവിച്ചു. അതായത് തന്മയതയാ, ആ ശ്രീശുക ബ്രഹ്മർഷിയുടെ തന്നെ സ്വരൂപമായിട്ട് ഭവിച്ചതുകൊണ്ട് ആ വൃക്ഷങ്ങൾ ആ പുത്ര എന്നുള്ള ആ ഒരു പ്രതിധ്വനിയെ അവരും പുറപ്പെടുവിച്ചു. എന്തുകൊണ്ടാണ്? സർവഭൂതഹൃദയം, സകല ഭൂതങ്ങളിലും ഹൃദയമായിട്ടിരിക്കുന്ന തമ്മുനിം, ആ മുനിയെ ആനതഹ അസ്മിൻ, അനമിക്കുന്നേ ഞാൻ നമസ്കരിക്കുന്നു. അപ്പം ആ ശ്രീശുക ബ്രഹ്മർഷിയുടെ ഔന്നിത്യത്തെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തൃപ്പാദങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള സൂതൻ നമസ്കരിക്കുകയാണ്. അങ്ങനെയുള്ള ആ ശ്രീശുക ബ്രഹ്മത്തിനെ ഞാൻ നമസ്കരിക്കുന്നു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. സൂത ഉവാച യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരാജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേതു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. ഇനി വീണ്ടും അടുത്ത മൂന്നാമത്തെ ശ്ലോകത്തിലും അദ്ദേഹം ശ്രീശുക ബ്രഹ്മർഷിയെ നമസ്കരിക്കുകയാണ്. യഹ് സ്വാനുഭാവമഖില ശ്രുതിസാരമേകം അധ്യാത്മദീപം അതിതിതീർഷതാം തമോദ്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. ഒരു പ്രാവശ്യം ശ്ലോകം വായിക്കാം. യഹ് സ്വാനുഭാവമഖില ശ്രുതിസാരമേകം അധ്യാത്മദീപം അതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. അദ്ദേഹം വീണ്ടും നമസ്കരിക്കുകയാണ് തൻ്റെ ഗുരുവിനെ. ഈ സംസാരമാകുന്ന ആ ഘോരമായിട്ടുള്ള അന്ധകാരത്തെ, ഘോരമായിട്ടുള്ള ഒരു അന്ധകാരമാണ് ഈ സംസാരം എന്ന് പറയുന്നത്. അത് ഈ സംസാരത്തെ കടക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ലൗകികന്മാരായിട്ടുള്ള അല്ലെങ്കിൽ അവരെക്കുറിച്ചുണ്ടായിട്ടുള്ള ആ കരുണയാൽ, അല്ലേ, ഭക്തന്മാർക്ക് അങ്ങനെയാണ്. ആ എന്താ പറയുക, സമൂഹത്തിൽ ആ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കുന്നവരെ കാണുമ്പോൾ അവർക്ക് ഈശ്വരനെ കുറിച്ച് അറിയണം എന്നുള്ള ഒരു അഭിവാഞ്ച ഉണ്ടാകുമ്പോൾ അവരോട് ആ കരുണയുണ്ടാകും. അപ്പം അങ്ങനെ അസാധാരണ മഹിമയുള്ളതും പിന്നെയോ ആ വേദങ്ങളുടെ സാരമടങ്ങിയതും അതുപോലെ തന്നെ ഉപമ പറയാനായിട്ട് തക്കതായിട്ടുള്ള രണ്ടാമതായിട്ടൊരു വസ്തുവോട് കൂടാത്തതും പിന്നെയോ ആ ആത്മസ്വരൂപത്തെ നന്നായി പ്രകാശിക്കുന്നതുമായിട്ടുള്ള ആ പുരാണ രഹസ്യത്തെ വേറെ വേറെ എടുത്തിട്ട് ഉപദേശിക്കയാൽ ആ മുനികളുടെ ആ ഗുരുവായിട്ടുള്ള വ്യാസപുത്രനെ ഞാൻ ശരണം പ്രാപിക്കുന്നേൻ എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ പറയുന്നത്, ഇവിടെ ഒരേപോലെ തന്നെ ആ വേദവ്യാസ ഭഗവാനെയും അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ടുള്ള ശ്രീശുക ബ്രഹ്മർഷിയെയും ഒരേപോലെ അദ്ദേഹം നമസ്കരിക്കുകയാണ്. അതായത് ഈ അസാധാരണ മഹിമയുള്ളതാണ് എന്ത്? അഖില ശ്രുതി സാരമായിട്ടുള്ള സകല വേദങ്ങളുടെയും സാരമായിട്ടുള്ള ശ്രീമദ് ഭാഗവതം. അത് അദ്വിതീയം, അതിനോട് ഉപമിക്കാനായിട്ട് മറ്റൊരു ഗ്രന്ഥമില്ല, മറ്റൊരു പുരാണമില്ല
എന്തുകൊണ്ടാണ് ഈ സംസാരമാകുന്ന ആ ഘോരമായിട്ടുള്ള ഒരു അന്ധകാരത്തെ അതിതിതീർഷതാം ഇനി കടക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഈ സംസാരികൾക്ക് അധ്യാത്മദീപം എന്ന് പറഞ്ഞാൽ ആ അവനവൻ്റെ ഉള്ളിലുള്ള ആ ആത്മസ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നതായിട്ടുള്ള, എല്ലാവരുടെയും ഉള്ളിലും ആത്മസ്വരൂപമുണ്ട്. പക്ഷെ അത് തമോ ഗുണവും രജോ ഗുണവും ഒക്കെ ബാധിച്ച് അത് പ്രകാശിക്കാതെ കണ്ട് മങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിലാണ്, ചാരം മൂടിക്കിടക്കുകയാണ്. അപ്പോൾ ആ ഉള്ളിലുള്ള ആ ഭഗവത് ചൈതന്യത്തിനെ, ആത്മതത്വത്തിനെ പ്രകാശിപ്പിക്കുന്നതായിട്ടുള്ള ആ പുരാണഗുഹ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പുരാണമെന്നുള്ള ആ രഹസ്യത്തെ കരുണയാ, വളരെ കരുണയോടുകൂടി, കരുണയുള്ളത് കൊണ്ടാണ് മഹാത്മാക്കൾ, ഋഷിവര്യന്മാര് ഈ സംസാരികളോട് കരുണയുള്ളത് കൊണ്ടാണ് ആ ഋഷിമാര് നമുക്കിതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. അവര് ശിഷ്യപ്രശിഷ്യ, അതായത് ഒരു ഗുരു ശിഷ്യനിൽ നിന്നും ആ ശിഷ്യൻ പിന്നീട് ഗുരുവായി അടുത്ത ശിഷ്യനിലേക്കും, അങ്ങനെ ഗുരു പരമ്പരകളിലൂടെ ഈ ധർമ്മം, സനാതന ധർമ്മം എത്രയോ വിദേശ ശക്തികൾ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചിട്ടും ഈ സനാതന ധർമ്മം ഈ ഭാരതത്തിൽ എന്നും ഒരു ഉറച്ച തൂണുപോലെ ഇവിടെ നിലനിൽക്കാൻ കാരണം ഈ ഋഷിവര്യന്മാർ അവരുടെ അവരുടെ ഗുരുവായിട്ട് അവരുടെ ശിഷ്യന്മാരോട് ഉപദേശം ചെയ്തത് കൊണ്ടാണ്. ഇത് ശ്രുതികളായിട്ടും സ്മൃതികളുമായിട്ടും ഒക്കെ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ഇപ്പോഴും അലതല്ലി നിൽക്കുകയാണ്. അപ്പം ആ സംസാരുണാം കരുണയാഹ, സംസാരികളോടുള്ള കരുണയോടുകൂടി തൻ്റെ യാതൊരുവൻ പറഞ്ഞുവോ ആ മുനികളുടെയും ഗുരുവായിട്ടുള്ള തം വ്യാസസൂനും, അങ്ങനെയുള്ള ആ വ്യാസപുത്രനെ ഉപയാമി എന്ന് പറഞ്ഞാൽ ഞാൻ ശരണം പ്രാപിക്കുന്നു, ഞാൻ വന്ദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗുരുഭക്തി ഒന്ന് ആലോചിച്ച് നോക്കുകയെ, എത്ര മഹിമയോട് കൂടിയാണ് അദ്ദേഹം തൻ്റെ ഗുരുവിനെ കാണുന്നത്. നാം യഥാർത്ഥത്തിൽ അതുകൊണ്ടല്ലേ ശ്രീശുക ബ്രഹ്മർഷിക്ക് ഇത്രയും വലിയ ജ്ഞാനമുണ്ടായത്, അല്ലേ? ആ ശ്രീശുക ബ്രഹ്മർഷിയുടെ ജ്ഞാനം തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ശിഷ്യനായിട്ടുള്ള ഈ സൂത പൗരാണികനും കിട്ടിയിട്ടുള്ളത്. അപ്പൊ ആ ഗുരു പ്രസാദിച്ചാൽ നമുക്ക് ജീവിതത്തിൽ എത്രമാത്രം ഉയരത്തിൽ നമുക്ക് എത്താനായിട്ട് സാധിക്കും, അല്ലേ? ഗുരുവിൻ്റെ പ്രസാദം, ഗുരുവിൻ്റെ അനുഗ്രഹം. ഭഗവാനെ കാണാനായിട്ട് സുദാമാവ് ദ്വാരകയിലെത്തുന്ന സമയത്ത് സുദാമാവിന് ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ നിൽക്കുമ്പോഴും ആനന്ദമാണ്, ആനന്ദ സമുദ്രത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം ദ്വാരകയിലെത്തി ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടപ്പോൾ, അവർ തമ്മിൽ കുശലപ്രശ്നം ചെയ്തപ്പോൾ ഭഗവാൻ ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാണ് സുദാമാവേ, അങ്ങയ്ക്ക് സുഖം തന്നെയല്ലേ എന്ന്. അപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറയുന്നത് സമൃദ്ധം എന്നാണ് പറയുന്നത്. സമൃദ്ധിയാണ് എനിക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും അതുപോലെ തന്നെ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടും. ഗുരു അനുഗ്രഹേണൈവ, അല്ലേ? ആ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് പൂർണ്ണപ്രശാന്ത. അതുകൊണ്ട് മാത്രമേ മനുഷ്യർക്ക് ഈ ഭൂമിയിൽ ആനന്ദമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഗുരുവിൻ്റെ അനുഗ്രഹം ആ സൂതന് കിട്ടിയത് കൊണ്ടാണ്, ശ്രീശുക ബ്രഹ്മർഷിയുടെ അനുഗ്രഹം ഇവിടെ ആ സൂത മഹർഷിക്ക് ലഭിച്ചത് കൊണ്ടാണ്, സൂത പൗരാണികർക്ക് ലഭിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിനും ഇതേപോലെ തന്നെ ശൗനകാദി ഋഷീശ്വരന്മാർ, ശൗനകൻ എന്ന് പറഞ്ഞ ഋഷി തന്നെ അദ്ദേഹം ബ്രഹ്മർഷി തന്നെയാണ്. അപ്പം അദ്ദേഹത്തിന് 10,000 അധികം ശിഷ്യന്മാരുള്ളതാണ്. ആ അത്രയും വലിയ ലോകഗുരുവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശൗനകന് പോലും ഇവിടെ ഉപദേശിച്ചു കൊടുക്കാനായിട്ട് പറയുന്നത് സൂത മഹർഷിയോടാണ്. അതാണ് ആ സത്സംഗത്തിൻ്റെ മഹത്വം. ശ്രീശുക ബ്രഹ്മർഷിയുടെ ശിഷ്യനായതുകൊണ്ടുള്ള ആ ഒരു സത്സംഗത്തിൻ്റെ ആ ഒരു മഹത്വമാണത്. അപ്പോൾ ഇവിടെ ആ ഒരു ഗുരുഭക്തിയെക്കുറിച്ച് അദ്ദേഹത്തെ ഇവിടെ പറയുന്ന 2 ശ്ലോകങ്ങളാണ്.
ഇനി അദ്ദേഹം വീണ്ടും പറയുകയാണ്, 4-ാമത്തെ ശ്ലോകം പറയുന്നത്, നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയം ഉദീരയേത്. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഇവിടെ പറയുകയാണ്, ഇനി അദ്ദേഹം നമസ്കരിക്കുകയാണ്. ആ നാരായണം ഭഗവാൻ ആദിശേഷന്റെ മുകളിൽ പള്ളികൊള്ളുന്ന പാലാഴിവാസനായിട്ടുള്ള സർവ ജഗത് പരിപാലകനായിട്ടുള്ള ആ ഭഗവാൻ മഹാവിഷ്ണുവിനെ, നാരായണനെ സ്മരിക്കുന്നു. നരോത്തമം, ആരാണ് നരോത്തമം? മനുഷ്യരിൽ ശ്രേഷ്ഠനായിട്ടുള്ള മനുഷ്യൻ. അതാരാണ് നരോത്തമം? ഇവിടെ അർജുനനെയാണ് പറയുന്നത്. അതായത് ഭഗവാന് നരനാരായണന്മാര് എന്നുള്ള ഒരു അവതാരം ഭഗവാൻ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ മനുഷ്യരിൽ ശ്രേഷ്ഠനായിട്ടുള്ള നരം ചൈവ, നരം ച ഏവയാണ് നരം ചൈവ, ആ നരനെയും ദേവീം സരസ്വതീം, ആ വാഗ്ദേവതയായിട്ടുള്ള, വാക്കിൻ്റെ ശക്തിയായിട്ടുള്ള, വാക്കിൻ്റെ ഉറവിടമായിട്ടുള്ള, സർവജ്ഞാനത്തിൻ്റെയും ഉറവിടമായിട്ടുള്ള ആ വാഗ്ദേവതയായിട്ടുള്ള ആ സരസ്വതീ ദേവിയെ അദ്ദേഹം സ്മരിക്കുകയാണ്, അദ്ദേഹം വന്ദിക്കുന്നു. വ്യാസം ച, ഭഗവാൻ വേദവ്യാസ ഭഗവാനെയും അദ്ദേഹം വന്ദിക്കുന്നു. നമുക്കറിയാം ഭഗവാൻ വേദവ്യാസൻ അല്ലെ, അദ്ദേഹം പല ആൾക്കാരും വ്യാസൻ എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്, വലിയ ആചാര്യന്മാർ പോലും. അതൊക്കെ വലിയ ഗുരുനിന്ദയാണ്. അദ്ദേഹം ഭഗവാൻ വേദവ്യാസ മഹർഷിയാണ്. ഭഗവാൻ തന്നെ ഭഗവാന്റെ കലയിൽ നിന്നും അവതരിച്ചതാണ്. വേദവ്യാസനായിട്ട് ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാൻ വേദവ്യാസൻ തന്നെയാണ്, ഭഗവാൻ തന്നെയാണ് വ്യാസമഹർഷിയായിട്ട് മാറിയത്. അതുകൊണ്ട് ആരും വ്യാസൻ എന്ന് പറയരുത്, ഭഗവാൻ വേദവ്യാസ മഹർഷി അല്ലെങ്കിൽ ഭഗവാൻ വേദവ്യാസൻ എന്ന് പറയുക. സർവം ലോകഗുരുവാണ് അദ്ദേഹം. വ്യാസോച്ഛിഷ്ടം ജഗത് സർവം എന്നാണ് പറയുന്നത്. വ്യാസൻ പറയാത്തതായിട്ട് ഈ പ്രപഞ്ചത്തില് ഈ ഒരു ഗ്രന്ഥങ്ങളിലും ഇല്ല. അദ്ദേഹം പറഞ്ഞത് മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ള സർവ ഗ്രന്ഥങ്ങളിലുമുള്ളൂ. അത്ര മഹിമയാണ്. വേദങ്ങളെ പോലും സാധാരണക്കാർക്ക് പഠിക്കാനായിട്ട് അദ്ദേഹം വ്യസിച്ചതാണ്. നാലായിട്ട് വ്യസിച്ചു. ഋഗ്, സാമം, യജുസ്, അധർവം എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ ആ വേദങ്ങളെ വ്യസിച്ച്, നാലായിട്ട് വ്യസിച്ച്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വ്യാസൻ എന്നുള്ള പേര് ലഭിച്ചത്. അദ്ദേഹത്തിന് യഥാർത്ഥത്തിലുള്ള പേര് കൃഷ്ണൻ എന്നാണ്. കൃഷ്ണൻ എന്നുള്ള പേരിന് അദ്ദേഹത്തിന് ആ ഒരു പേരായിരുന്നു. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഒരു ദ്വീപിലാണ് ജനിച്ചത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ദ്വൈപായനനായി. അങ്ങനെ കൃഷ്ണദ്വൈപായനനാണ്. പിന്നീട് തപസ് ചെയ്ത് ഭഗവാന്റെ ആത്മസ്വരൂപം ഉള്ളിൽ കണ്ടുകൊണ്ട് വേദങ്ങളെ വ്യസിച്ച് അദ്ദേഹം ഭഗവാൻ വേദവ്യാസനായിട്ട് മാറി. അപ്പം ലോകഗുരുവായിട്ടുള്ള ആ വ്യാസമഹർഷിയെ അദ്ദേഹം നമസ്കരിക്കുന്നു. അതുപോലെ തന്നെ പിന്നെ അതിനുശേഷം ജയം ഉദീരയേത്, അതിനുശേഷം ആ പരമ ജയമായിട്ടുള്ള ഈ ഗ്രന്ഥത്തെ ഉദീരയേത്. അപ്പോൾ അതിനുശേഷം ഉദീരയെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയാനായിട്ട് ആരംഭിച്ചു എന്നുള്ളതാണ്. ജയം ഉദീരയേത് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയോ, ആ ഒരു പരമമായിട്ടുള്ള ആ ശ്രീമദ് ഭാഗവത്തിന്റെ മഹത്വം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ജയമായിട്ടുള്ള എന്ത് ജയം? നമ്മുടെ അവനവൻ്റെ ജീവിത ജയം. പലരും ജീവിതം വലിയ 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 സ്ഥാനങ്ങളിലൊക്കെ ആയിരിക്കും, വലിയ വലിയ പദവിയൊക്കെ ആയിരിക്കും, വലിയ വലിയ ജോലിയൊക്കെ ആയിരിക്കും. പക്ഷേ ജീവിതം അൻപേ പരാജയമായിരിക്കും. ഇവിടെ ഈ ജയം, ഈ ജന്മം ശ്രേഷ്ഠമാകാനായിട്ട്, ഈ ജീവിതം നന്മയുണ്ടാക്കാനായിട്ട്, ഈ ജന്മത്തിന്റെ ഔത്സുന്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള
ഒരു ഗ്രന്ഥമാണ്. അതുകൊണ്ടാണ് ഓരോരുത്തർക്കും ജയിക്കാനുള്ള, ആത്മസ്വരൂപത്തെ അറിയാനുള്ള, ഈ കലിയാകുന്ന സംസാര സാഗരത്തിൽ നിന്നും മുങ്ങിത്താണു പോകുന്ന ജീവന്മാർക്ക് കരകയറാനുള്ള, അല്ലെങ്കിൽ അതിനെ കടക്കാനുള്ള ഒരു തോണിയാണ് ഇവിടെ ശ്രീമദ് ഭാഗവതം എന്നുള്ള ഗ്രന്ഥം. അതുകൊണ്ടാണ് ഇവിടെ ജയം ഉദീരയേത് എന്ന് അദ്ദേഹം വന്ദിച്ച് ഇവിടെ ആ ഗ്രന്ഥത്തെ പൂജിക്കുന്നു. അതുപോലെ തന്നെ നാരായണനെ പൂജിക്കുന്നു, അർജുനനെ പൂജിക്കുന്നു. അതുപോലെ തന്നെ ദേവി വാഗ്ദേവതയായിട്ടുള്ള, അറിവിൻ്റെ മൂർത്തിമത് ഭാവമായിട്ടുള്ള, വാക്കിൻ്റെ സ്വരൂപമായിട്ടുള്ള, സർവജ്ഞാനത്തിൻ്റെയും കലകളുടെയും സ്വരൂപമായിട്ടുള്ള, വാഗ്ദേവതയായിട്ടുള്ള ആ സരസ്വതി ദേവിയെ അദ്ദേഹം വന്ദിക്കുന്നു. അതുപോലെ തന്നെ ലോകഗുരുവായിട്ടുള്ള ഭഗവാന്റെ അംശാവതാരമായിട്ടുള്ള ലോകഗുരുവായിട്ടുള്ള വ്യാസമഹർഷിയെ വന്ദിക്കുന്നു. അതിനുശേഷം ആ ഗ്രന്ഥത്തിനെ, ഭാഗവതമാകുന്ന പുരാണത്തെ ജയം ഉദീരയേത് ഇതിനുശേഷമാണ് അദ്ദേഹം ആ ജയം പറയാനായിട്ട് തുടങ്ങുന്നത്. ഇവിടെ പലപ്പോഴും പല ആൾക്കാരും പറയുന്നത് ജയമല്ല പറയുന്നത്, പരാജയമാണ് പറയുന്നത്. അപ്പോഴാണ് ഇവിടെ ആ ഭാഗവതം പറയുന്നത് ജയം ഉദീരയേത് എന്നും. അപ്പം ഇന്നത്തെ ഈ ഭാഗവതം കേൾക്കുന്നത് നമ്മൾ ഭഗവാന്റെ പാതാരബിന്ദങ്ങൾ സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജീവിതം, നല്ലൊരു മനസ്സ്, നല്ലൊരു അന്തരീക്ഷം, നല്ല വായു, നല്ല ജലം, ഇതെല്ലാം ഭഗവാൻ എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ, പ്രകൃതി പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ പൂജാപുഷ്പങ്ങളായിട്ട്, അർച്ചനയായിട്ട് ചെയ്ത് നമസ്കരിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണപാദാരവിന്ദാർപ്പണമസ്തു. ഹരി ഓം തത്സത്. ഓം ശ്രീ സദ്ഗുരുഭ്യോ നമഃ.